ലൈവ് എന്തായാലും യൂട്യൂബിൽ വരും. കാരണം മനു എന്ന് പറയുന്ന ആ നട്ടലില്ലാത്ത നാറി ഇതിനകത്ത് കയറിയിട്ടുണ്ട്. എന്ത് നട്ടലില്ലാത്ത നാറിയോ? ഞാൻ നാറാറൊന്നുമില്ല, ഞാൻ കുളിക്കാറും നനയ്ക്കാറും ഒക്കെ ഉണ്ട്. ചൊണയുണ്ടെങ്കിൽ മനു നാറി ചെറ്റേ. നമുക്ക് ചൊണയുണ്ടെങ്കിൽ ബ്രാ കാട്ടുമോ? ചേച്ചിയോടൊരുത്തൻ ചോദിച്ച ചോദ്യമാ, നട്ടലുള്ളവൻ ചോദിച്ച ചോദ്യമാ. നട്ടലുള്ള രേണുസുതി അത് കണ്ടു. ശരി, അടുത്ത ചോദ്യം. തല തുടയ്ക്കുന്നതിന് നിന്നെ തുണി പൊക്കി കാണിക്കുന്നേ? എനിക്കറിയാൻ പാടില്ല. എപ്പോഴാണ്ട് ആരാണ്ടോ ഇവരോട് പാട്ട് കൊള്ളാമെന്ന് പറഞ്ഞ് അതിൽ പിന്നെ അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും ബഷീകരോ നിന്റെ നെഞ്ചിനകത്ത് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് ഇത് ഒരു ട്രെയിലർ മാത്രമായിട്ട് ചേച്ചി എടുത്താൽ മതി. ചേച്ചിയുടെ ഫുൾ ലൈവ് ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അടിച്ച് ഞാൻ തരാം. ഇതിലല്ല. മറ്റാരും കാണാതെ അച്ചാരമായിട്ട് ഞാൻ തരാം ബേഷ ഞാൻ ചേച്ചിക്ക് തരാം. ഇതെന്താണെന്നറിയാമോ? രേണു ചേച്ചിയെ ഞാൻ 2 ദിവസത്തേക്കൊന്ന് ലീവിന് വിട്ടിരിക്കുകയായിരുന്നു. ഏലിയായാലും പോയി തൊലയിട്ടെന്ന് വെച്ചാൽ താമസിക്കൂല. നാട്ടുകാരുൾപ്പെടെ എൻ്റെ അടുത്ത് പറഞ്ഞു അവർ എങ്ങനെയും തൊലഞ്ഞു പോട്ടറ വീട് എന്ന് പറഞ്ഞു. ശരി, വിടാമെന്ന് തീരുമാനിച്ചപ്പോൾ ചേച്ചി ഒരു സബ്സ്ക്രിപ്ഷൻ ലൈവിനകത്ത് വന്നിട്ട് എനിക്കിട്ട് അനത്തി അങ്ങ് തന്നു. നമ്മൾ തിരിച്ചപ്പോൾ പറഞ്ഞില്ലേ മോച്ചവല്ലേ, അതിലേക്ക് ഞാൻ വരാം. അത് കുറച്ച് വീഡിയോയുടെ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് പറയാം. അതിനേലും റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട്. ആദ്യം നമുക്ക് റിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവാം. ചേച്ചിയുടെ കുറച്ചധികം ക്ലിപ്പുകളൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ക്ലിപ്പല്ല, വേറെ ചേച്ചി ഇങ്ങനെ ചില കാര്യങ്ങളെക്കുറിച്ച് അതിസംബോധന ചെയ്യുന്ന ക്ലിപ്പുകൾ. നല്ലത് ചിന്തിക്കൂ കുട്ടികളെ, മോശത്തിലേക്ക് നമുക്ക് വരാം. അങ്ങനെയൊക്കെ നമുക്ക് സെറ്റാക്കാം നമുക്കത്. അപ്പോൾ മച്ചാനെ വായൻ മച്ചാനെ വാ, മറ്റാരും കാണാതെ അച്ചാരം താ എന്ന് പറയുന്ന രേണു ചേച്ചി കഴിഞ്ഞ ദിവസം കിച്ചു ഒരു ഇനോഗ്രേഷന് പോയപ്പോൾ കിച്ചുവിനോട് പല ചോദ്യങ്ങൾ ചോദിച്ചു. അമ്മയുടെ സബ്സ്ക്രിപ്ഷനെ കുറിച്ച് എന്താ ലൈവ് ലീക്ക് പൊന്നളിയോ പോയി എനിക്കൊന്നും പറയാനില്ലെന്ന് പറഞ്ഞ് കിച്ചു മുണ്ടും പൊക്കി കണ്ടം വഴി ഓടുമായിരുന്നു. അങ്ങനെ ഇരിക്കെ കിച്ചുവിനോട് പല ആളുകളും എന്താവശ്യപ്പെട്ടു, മോനെ ആ ഋതപ്പനെ ഒന്ന് രക്ഷിക്കടാ, അവരുടെ കയ്യിൽ നിന്ന് അവനെ ഒന്ന് രക്ഷിക്കുക, അവനൊരു നല്ല ജീവിതം കൊടുക്കുന്നൊക്കെ പറഞ്ഞ് കിച്ചുവിനോട് കുറേ പേര് പറഞ്ഞു. ഈ കമൻറ്റ് നമ്മുടെ രേണു കണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. മറ്റാരുടെയും വീഡിയോ കാണാത്ത രേണു കിച്ചുവിൻ്റെ കമൻറ്റ് ബോക്സിലെ കമൻറ്റുകൾ കണ്ടു. നമുക്ക് അതിനെക്കുറിച്ച് രേണു സംസാരിക്കുന്നൊന്ന് കേട്ടിട്ട് വേറെ കുറച്ച് കാര്യങ്ങളിലേക്ക് വരാം. നമസ്കാരം, രേണുസുതിയാണ്. അപ്പം ഞാൻ ഇന്നലെ ഒരു കമൻറ്റിനെ പ്രതികരിക്കാൻ വന്നതാണ്, എൻ്റെ വീഡിയോക്കകത്തല്ല. രേണു മറ്റാൾക്കാരുടെ വീഡിയോ ഒക്കെ കാണാൻ തുടങ്ങി, മറ്റാൾക്കാരിടുന്ന വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പ്രതികരിക്കാൻ തുടങ്ങി. എൻ്റെ അറിവിൽ രേണു കാണുന്നത് അതുൽ, ഡാനി, സീക്രട്ട് ഏജൻറ്റ്, പിന്നെ വിവിയുടെ സമ്മതിക്കത്തില്ല, എന്നാലും വിവിയുടെ സ്ക്രീൻഷോട്ട് ഇടയ്ക്കിടയ്ക്ക് ഇടാറുണ്ട്. 2 തവണ എന്തോ വിവിയുടെ സ്ക്രീൻഷോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതല്ലാതെ കിച്ചുവിൻ്റെ വീഡിയോ കാണും. മൈ ഗാഡ്, ഇറ്റ്സ് എ മെഡിക്കൽ മിറാക്കിൾ. ഇന്ന് സർജറി ചെയ്ത് പുറത്തെടുക്കുമല്ലോ ഹൃദയവും കിഡ്നിയും ലങ്സും ലിവറും എല്ലാം, എന്നാലും ജീവിക്കും. അത്രയും വലിയ മെഡിക്കൽ മിറാക്കിൾ നടക്കും. രേണു മറ്റൊരാളുടെ വീഡിയോ, സ്വന്തം വീഡിയോ കാണുമെന്ന് എനിക്കറിയത്തില്ല, അത് കണ്ടു കഴിഞ്ഞാൽ വീണ്ടും അപ്ലോഡ് ചെയ്യാനുള്ളൊരു മനസ്സുണ്ടാവില്ല. അവർ തന്നെ അതുപോട്ടെ മറ്റേ കിച്ചുവിൻ്റെ വീഡിയോ കണ്ടിട്ട് അതിനകത്ത് വന്നൊരു കമൻറ്റിനുള്ള പ്രതികരണവുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഒരു തരത്തിലുള്ള റിയാക്ഷൻ വീഡിയോ കേൾക്കാം. കൊല്ലം സുധിച്ചേട്ടൻ്റെ മൂത്ത മകൻ്റെ ഒരു വീഡിയോ. കൊല്ലം സുധിച്ചേട്ടൻ്റെ മൂത്ത മകൻ്റെ വീഡിയോ. നമ്മളും അവനായിട്ടുള്ള ഫുൾ ബന്ധം വിച്ഛേദിച്ചല്ലോ. നമ്മൾ ആ ബന്ധം വിച്ഛേദിച്ചു. ഇന്നലത്തെ മഴയിൽ ഇടിയോടുകൂടിയ മഴയ്ക്ക് ലൈൻ കമ്പി പൊട്ടിപ്പോകുന്ന പോലെ ആ ബന്ധം നമ്മൾ വിച്ഛേദിച്ചു. കൊല്ലം സുധിച്ചേട്ടൻ്റെ മൂത്ത മകൻ ഇത്രയും നാൾ എന്നെ അവൻ അമ്മയെന്ന് വിളിച്ചു. അപ്പോൾ അവനോട് ആദ്യം ചോദിച്ചു, മോനെ ഈ അമ്മയെ നമുക്ക് എങ്ങനെ എടുത്താലോ? അപ്പോൾ ആ കൊച്ചിറക്കം പറഞ്ഞു ഈ അമ്മയെ മതിയെന്ന് പറഞ്ഞു. അന്ന് ആ കിച്ചു ഈ അമ്മ വേണ്ട, വേറെ അതിൽ നല്ല അമ്മയെ കൊണ്ടുവരാൻ പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് നല്ല അമ്മ ഇരുന്നേനെ. ഇത് അഴുക്കമ്മയെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇവർ കൊല്ലം സുധിയുടെ മൂത്ത മകൻ്റെ വീഡിയോയിൽ വന്ന കമൻറ്റ് അടിയിൽ വന്നൊരു കമൻറ്റ് ഇട്ടേക്കുന്നത്, മോനെ അവളുടെ കയ്യിൽ നിന്ന്, രേണുവിൻ്റെ കയ്യിൽ നിന്ന് ഋതു, അതായത് സുധിച്ചേട്ടൻ്റെ ഇളയ മകനെ നീ രക്ഷിച്ചെടുക്കടാ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ കമൻറ്റ് ഇടുന്ന മിടുക്കികളും മിടുക്കന്മാരും എന്ത് ചെയ്യും? കുഞ്ഞിൻ്റെ ബാഗ്, ഇപ്പോൾ സ്കൂൾ തുറക്കുക, ബാഗ് ഞാൻ തന്നെ വേണ്ട മേടിച്ചു കൊടുക്കുക. പിന്നല്ലാതെ ബാഗ് നമ്മ മേടിച്ചു തരണോ? നിങ്ങൾ ഇഷ്ടം പോലെ പൈസ ഉണ്ട്, നിങ്ങൾക്ക് പല്ലിനകത്ത് സുന തിരികെ വെക്കാൻ പൈസ ഉണ്ടല്ലോ, എന്തോ എൻ്റെ പേര്, ഇംപ്ലാന്റ് ചെയ്യാൻ പൈസ ഉണ്ടല്ലോ, നിങ്ങൾക്ക് കാറ് മേടിക്കാൻ പൈസ ഉണ്ടായിരുന്നല്ലോ, നിങ്ങൾക്ക് കിടന്ന് കുത്തിമറിയാൻ പൈസ ഉണ്ടല്ലോ. സ്വന്തം മോനൊരു ബാഗ് മേടിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് ഇനി മറ്റൊരാളുടെ സേവനം വേണോ?
നിങ്ങൾ ബാക്കി പറ. പിന്നെ എങ്ങനെ പിന്നെ ഈ പറഞ്ഞോളന്മാരൊരു കമന്റ് ഇടാൻ മേലെ മോനെ നിനക്ക് കിട്ടുന്ന പൈസയെന്ന് അവൻ എന്തെങ്കിലും മേടിച്ചു കൊടുക്കും പറയാം. എന്നാലും അങ്ങോട്ട് മേടിച്ച് വിഴുങ്ങണമെന്നുള്ളതല്ലാതെ 5 നയ പൈസ ഞാൻ ഒരുത്തന്നെ കൊടുക്കത്തില്ല. നിങ്ങൾ വീട്ടിൽ ഏതോ ഒരു വാടക വീട്ടിൽ താമസിച്ചപ്പോൾ അതിൻ്റെ വാടക കൊടുക്കാൻ ബാക്കിയുണ്ടെന്ന് പറഞ്ഞിട്ട് അയാൾ കയറി ഇറങ്ങുന്നത് അയാളുടെ വാടക നിങ്ങൾ കൊടുത്താ? ഇല്ലല്ല. മറ്റേ മലപ്പുറത്തുനിന്ന് വന്നിട്ട് നിങ്ങളുടെ വീടിൻ്റെ ചോർപ്പോ എന്തോ അതിൻ്റെ പേര് എരിച്ചിലടിക്കുന്നത് മാറ്റി കൊടുത്ത് അയാൾക്ക് നിങ്ങളുടെ എന്തെങ്കിലും പൈസ കൊടുത്തോ? നമുക്ക് കൊടുക്കാൻ അറിയത്തില്ല, നമുക്ക് മേടിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. എനിക്ക് എഴുതാൻ മാത്രമല്ല അറിയാം സാറേ, വായിക്കാൻ അറിയില്ലല്ലോ. അതേപോലെ രേണുവിന് കൊടുക്കാൻ അറിയില്ല, മേടിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. ഈ നിങ്ങൾ ഇങ്ങനത്തെ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ പറയുന്നതുകൊണ്ടാണ് കിച്ചുവിൻ്റെ വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഋതപ്പനെ വിളിച്ചുകൊണ്ട് പോകുന്നതും ഋതപ്പന് KFC മേടിച്ചു കൊടുക്കുന്നതും ഋതപ്പന് പല സാധനങ്ങളും മേടിച്ചു കൊടുക്കുന്നു. അവനത് ഡോക്യുമെൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അവൻ മേടിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആ കൊച്ചിന് എന്തെങ്കിലും മേടിച്ചു കൊടുത്തിട്ടുണ്ടോ? സംശയിക്കേണ്ടിയിരിക്കുന്നു. അതൊന്നും പറയുന്നില്ലല്ലോ. ഇപ്പൊ ഞാനല്ലേ എന്റെ കുഞ്ഞിനെ നോക്കുന്നത്, ഇപ്പൊ ഞാൻ നോക്കിക്കോളാം കേട്ടോ, വൃത്തിയായിട്ട് നോക്കിക്കോളാം കേട്ടോടി. വൃത്തി കാണാനും ഉണ്ട്. ഞാനല്ലേ എൻ്റെ കുഞ്ഞിനെ നോക്കുന്നേ. അപ്പോൾ ഇടയ്ക്ക് ഇവര് തന്നെ റീൽ ഇട്ടുണ്ടായിരുന്നു, ഇതപ്പ വലുതാകുമ്പോൾ എന്നെ നോക്കുമോ? നോക്കും. എങ്ങനെ നോക്കും? ഇതിങ്ങനെ നോക്കും. അതൊക്കെ ഇവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നോട്ടം. വൃത്തിയെക്കുറിച്ചൊന്നും രേണു പറയല്ലേ രേണു. അതൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല രേണുവിൻ്റെ വൃത്തിയെക്കുറിച്ചൊന്നും പറയുമ്പോൾ. ഇപ്പോൾ ഈ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയ പെർപ്പിളിൻ്റെയൊക്കെ പേജ് അടിച്ചു പോയി. അങ്ങനെ പേജ് അടിച്ചു പോയപ്പോൾ പെർപ്പിൾ ഇപ്പോൾ മറ്റൊരു ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങി, അതിനൊരു സെക്കൻഡറി പേജ് തുടങ്ങി, പിന്നെ ഏതുകൊണ്ട് വെബ്സൈറ്റ് തുടങ്ങി. വെബ്സൈറ്റിൽ കൂടെയൊക്കെയാണ് ഇപ്പോൾ ചേച്ചിയുടെ ഒരു പ്രകടനം നടന്നുകൊണ്ടിരിക്കുന്നത്. അവർ അവിടെ നടത്തിക്കോട്ടെ, നമുക്ക് പ്രശ്നമൊന്നുമില്ല, അവരവിടെ നടത്തിക്കോട്ടെ. ഇനി രേണുവിലേക്ക് വരുവാണെങ്കിൽ രേണു ഒരു സെക്കൻഡ് അക്കൗണ്ട് തുടങ്ങി. സെക്കൻഡ് അക്കൗണ്ട് തുടങ്ങിയതും കുഴപ്പമില്ല. അക്കൗണ്ടിൻ്റെ പേര് രേണു സുധി കൾട്ട് അങ്ങനെ കണ്ടാ തോന്നുന്നു. ഇനി കല്ലേറെന്നാണ് ഉദ്ദേശിച്ചതെന്ന് അറിയത്തില്ല. അങ്ങനെ ഒരു പേജ് രേണു സുധി സ്റ്റാർട്ട് ചെയ്തു. അതിനകത്ത് രേണു ഇട്ട ഒരു കൊളാബ് സാധനം ഞാൻ കാണിച്ചു തരാവേ. ഒന്ന് പോടാ, എനിക്കറിയാം നീ രേണു സുധിയുടെ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ടെന്ന്. അപ്പോൾ അത് അത്ര മോശം സാധനമെന്ന് താങ്കൾക്ക് തന്നെ അറിയാം. പുറത്ത് ചിത്രീകരിക്കാൻ പറ്റാത്ത മ്ലേച്ഛകരമായ സാധനങ്ങളാണ് താങ്കളുടെ സബ്സ്ക്രിപ്ഷനിൽ കിടന്ന് ആറാടുന്നത്, അഴിഞ്ഞാടുന്നതെന്നുള്ളത് താങ്കൾക്കും അറിയാം. അപ്പോൾ അത് രേണു തന്നെ എനിക്ക് നീ പുറത്ത് പറയാൻ പോലും പറ്റത്തില്ല, നീ എൻ്റെ സബ്സ്ക്രിപ്ഷൻ എടുത്തല്ലേ. ആ ഒരു മൈൻഡ് സെറ്റിലാണോ രേണു ഉദ്ദേശിച്ചത്? എനിക്ക് മനസ്സിലായിട്ടില്ല. രേണു സബ്സ്ക്രിപ്ഷനിൽ തകർത്ത് കുറച്ച് ഫോട്ടോസൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ആസ് യൂഷ്വൽ എല്ലാ തവണത്തെയും പോലെ തന്നെ നെഞ്ചത്ത് പുള്ളിക്കാരി ഗുഡ് മോർണിംഗ് ഒക്കെ എഴുതി വെക്കുന്നുണ്ട്. നെഞ്ചത്ത് ഗുഡ് മോർണിംഗ് എഴുതി വെച്ചിട്ടുള്ള ഫോട്ടോസൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ കിടന്ന് ഇതാകുന്നുണ്ട്. അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. രേണു സബ്സ്ക്രിപ്ഷൻ ലൈവിനകത്ത് വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് അതൊന്ന് കേട്ടാലോ? രേണുവിൻ്റെ സബ്സ്ക്രിപ്ഷൻ ലൈവ്. നമുക്കപ്പോൾ രേണുവിൻ്റെ സബ്സ്ക്രിപ്ഷൻ ലൈവ് ഒന്ന് കേൾക്കാം. അപ്പോൾ 18 വയസ്സ് തികയാത്ത പുള്ളകൾ ഈ വീഡിയോ ഇവിടെ നിന്ന് നിർത്തിക്കോളുക. വെൽക്കം ടു ദ രേണു സുധി ലൈവ്, സബ്സ്ക്രിപ്ഷൻ ലൈവ്. വാ വാ ആരെ വാ, വാട്ട് എ ഫാന്റാസ്റ്റിക് റിതം, വാട്ട് എ ശ്രുതി പിടിച്ചുള്ള പാട്ട്. ബാക്കി പാട്. തല തുടയ്ക്കുന്നതിന് നിന്നെ തുണി പൊക്കി കാണിക്കുന്നേ? എനിക്കറിയാൻ പാടില്ല. ആരാണ്ടോ ഇവരോട് പാട്ട് കൊള്ളാമെന്ന് പറഞ്ഞ് അതിൽ പിന്നെ അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും ബഷീകരോ നിൻ്റെ നെഞ്ചിനകത്ത് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് എൻ്റെ പൊന്നോ, വേറെ പാട്ടെങ്കിലും പാട്. നിങ്ങൾക്ക് മടുത്തില്ലോ ഈ പാട്ട്? അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ പോലും ഇത്ര നമ്മൾ കേട്ടിട്ടുണ്ടാവത്തില്ല. പിന്നെ എവിടെ തിരിഞ്ഞാലും ബശീകര അബസീകര എന്നും പറഞ്ഞോണ്ട് അങ്ങോട്ട് തോട്ടങ്ങ്. നിങ്ങൾക്ക് എന്നെ ഇഷ്ടമുള്ളവരാണോ ഇല്ലാത്തവരോ? എന്നെ ഇഷ്ടമുള്ളവരൊന്നും ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഇഷ്ടമില്ലാത്തൊരു ഇഷ്ടമില്ലാത്ത. ഇപ്പം ഈ സബ്സ്ക്രിപ്ഷനകത്ത് ആദ്യം അപ്പോൾ രേണുവിനറിയാം രേണുവിന് ഇഷ്ടമില്ലാത്തവർ അതിനകത്തുണ്ടെന്നുള്ളത്. ഹെയ്റ്റേഴ്സ് ഇല്ല, സ്വാഭാവികം, ഹെയ്റ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇഷ്ടമുള്ളവർ ഇഷ്ടമുണ്ടെന്നും ഇഷ്ടമില്ലാത്തവർ ഇഷ്ടമില്ലെന്നും പറയണം. അതാണ് ബേസിക് സാധനം. ബാക്കി എന്നെ നിങ്ങൾക്ക് ആർക്കൊക്കെ ഇഷ്ടമാണ് എൻ്റെ സബിലുള്ളവർക്ക്? ചിലവർ ഇഷ്ടമില്ലാതെ കയറിയിട്ടുണ്ട്, എൻ്റെ സബ് ലീക്കാക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട്. താങ്ക് യു. എന്നെ ഇഷ്ടമില്ലാത്തവരുണ്ട്. ഈ ലൈവ് എന്തായാലും യൂട്യൂബിൽ വരും. കാരണം മനു എന്ന് പറയുന്ന ആ നട്ടലില്ലാത്ത നാറി ഇതിനകത്ത് കയറിയിട്ടുണ്ട്. എന്ത് നട്ടലില്ലാത്ത നാറിയോ? ഞാൻ നാറാറൊന്നുമില്ല, ഞാൻ കുളിക്കാറും നനയ്ക്കാറും ഒക്കെ ഉണ്ട്. നമ്മൾ രേണുവിനെ പോലെ ഒന്നുമല്ല. നമ്മൾ ബിഗ് ബോസിൽ പോയിട്ട് തലേന്ന് പേൻ പറത്തിക്കൊണ്ട് നടക്കുമോ, മുടി പറഞ്ഞു വീഴുവോ, അങ്ങനത്തെ നമ്മൾ കുളിയും നനയൊക്കെ ഉള്ളവരാണ്. നമ്മളങ്ങനെ നാറാറൊന്നുമില്ലേ? അപ്പം മനു എന്ന് പേരുള്ള നട്ടലില്ലാത്ത നാറി ഈ ലൈവിൽ വന്നിട്ടുണ്ടെന്നാണ് രേണു പറയുന്നത്. ഓക്കെ ഫൈൻ. അപ്പോൾ എനിക്ക് നട്ടലില്ലെന്നാണ് പറയുന്നത്. രേണു ചേച്ചിയുടെ നട്ടലിനെ നമുക്ക് മുന്നോട്ടുള്ള വീഡിയോയിൽ കാണാം. ഓക്കെ, ബാക്കി പറ. ചേച്ചി ലൈവ് പുറത്തിടണമെന്ന് ആഗ്രഹിച്ചല്ലേ? ചേട്ടൻ അത് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചേച്ചിക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ചേട്ടൻ അത് സാധിച്ച് തന്നിരിക്കും.
അത് മറ്റൊന്നും കൊണ്ടല്ല, രേണു ചേച്ചിയോടുള്ള സ്നേഹം കൊണ്ടാണ്, മറ്റ് സ്നേഹമല്ല. സോ അവൻ ഇപ്പം തന്നെ ഇത് എന്താ പറയുക സ്ക്രീൻ റെക്കോർഡ് ചെയ്യും. സോ അവൻ ഇപ്പം തന്നെ ഇത് ലൈവ് പോർട്ടൽ. അല്ല, ഇതിനകത്ത് മറ്റൊരു സാധനമുണ്ട് ജോസപ്പേ. രേണു സുധിക്ക് മനുവിനെ അറിയാം, തനിക്ക് തന്നെ അണിയാം. ഞാനാണിത് ചെയ്യുന്നതെന്ന് തനിക്ക് അണിയാം. കുഴപ്പമില്ല, വിവിയുടെ ചീത്തപ്പേര് മാറില്ല. എനിക്കത് മതി, ഞാൻ ഹാപ്പി. വിവി രക്ഷപ്പെട്ടല്ലോ, അത് മതി. ഓക്കെ, എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നവനെയൊക്കെ എന്താണ് അവനൊക്കെ റീച്ച് മാത്രമാണ് അവൻ്റെയൊക്കെ ലക്ഷ്യം. ചേച്ചിയുടെ ലക്ഷ്യം എന്തായിരുന്നു? എൻ്റെ ലക്ഷ്യം റീച്ചാണ്. ചേച്ചി സോഷ്യൽ മീഡിയയിൽ വന്ന് തുണി പൊക്കി കാണിക്കുന്നതിൻ്റെ എൻ്റെ ലക്ഷ്യം റീച്ചും ചേച്ചിയുടെ ലക്ഷ്യം പണവുമാണല്ലോ. പണമുള്ള 189 രൂപ മുടക്കുന്ന ആർക്കും വന്ന് കാണാം. പ്രൈവസി ആയിട്ടുള്ള സാധനം. നൈസ്. എന്നാൽ വേറൊരാളുടെ ലൈവിൽ കയറിയിട്ട് സബ്സ്ക്രിപ്ഷൻ എടുത്ത് ഒരുപാട് ഗേൾസ് ലേഡീസ് ഉണ്ട്. എടാ ചോണയുണ്ടെങ്കിൽ മനു നാറിച്ചെറ്റേ, നിനക്ക് ചോണയുണ്ടെങ്കിൽ നീ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റികളുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലേഡീസിൻ്റെയോ സബ്സ്ക്രിപ്ഷനിൽ ചെന്നിട്ട് ലൈവിൽ ചെന്നിട്ട് ലൈവ് എടുത്തിട്ട് നീ പുറത്ത് വിടണം. എൻ്റെ പൊന്നു പെണ്ണുമ്പിള്ള, ഫസ്റ്റ്ലി അത് സബ്സ്ക്രിപ്ഷൻ അല്ല, സബ്സ്ക്രിപ്ഷൻ. നിങ്ങളൊരു ടങ് ക്ലീനർ മേടിച്ചിട്ട് നാക്ക് പഠിക്കുക, അപ്പം നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയാൻ പറ്റും. ഇവരെ ആദ്യം അക്ഷരാഭ്യാസം പഠിപ്പിക്കണം. ഇനി രണ്ടാമത്തെ കേസ്, എടാ മനു എന്ന് പേരുള്ള നട്ടലില്ലാത്ത നാറി മറ്റാരുടെയെങ്കിലും സബ്സ്ക്രിപ്ഷൻ ഈ ലൈവ് എടുത്ത് പുറത്തിടുക. ചേച്ചി എൻ്റെ വീഡിയോ കാണാത്തോണ്ടാ ചേച്ചിയുടെ വീഡിയോ മാത്രം. ഇത് എന്നോട് എല്ലാവരും ചോദിക്കുന്ന ചോദ്യം കേട്ടോ. മറ്റാരുടെയെങ്കിലും ലൈവ് നീ എടുത്ത് പുറത്തിടുവോ, സബ്സ്ക്രിപ്ഷൻ നീ എടുത്ത് പുറത്തിടുവോന്ന്. രേണു സുധിയുടെ സബ്സ്ക്രിപ്ഷൻ ഞാൻ എടുത്ത് പുറത്തിട്ടിട്ടുണ്ടായിരുന്നു. ലൈറ്റ്സ് ഗെയിമിൻ്റെ സബ്സ്ക്രിപ്ഷൻ ഞാൻ എടുത്ത് പുറത്തിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ആരാണ്ടൊക്കെ ഞാൻ എടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ചെയ്തതും ചീത്തയായിട്ട് ചെയ്തതും എല്ലാവരും ചെയ്തിട്ടുണ്ട്. ഇനി മറ്റൊരു സാധനം, എൻ്റെ ഈ ചാനലിൽ ഒരുപാട് സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ വരുന്നുണ്ട്, ഫണ്ണായിട്ടുള്ള ഇതുപോലത്തെ സാധനങ്ങളും വരുന്നുണ്ട്, ട്രോള് സാധനങ്ങളും വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു വിഷയത്തിലേക്ക് മാത്രം കേന്ദ്രീകരിക്കാം. ഞാൻ ഒരുപാട് സോഷ്യൽ റിലവൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ചെയ്തിട്ടുണ്ട്, അതിലേക്ക് നമ്മളിപ്പോൾ കിടക്കുന്നില്ല. ഓക്കെ, ഫസ്റ്റ് ഈ രേണു ചേച്ചിയുടെ ആത്മാർത്ഥ മിത്രമായിട്ടുള്ള ഇത് സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള മറ്റൊരു വീഡിയോ ഞാൻ റിയാക്ട് ചെയ്തതാണ്. വൈറൽ താരങ്ങളുടെ അശ്ലീല ചിത്രങ്ങൾ ഇൻസ്റ്റാഗ്രാം പേജിൽ മോർഫ് ചെയ്തിടുന്നതിന് എതിരെ ചെയ്ത വീഡിയോ. ഇത് ഒരു വർഷത്തിന് മുമ്പിട്ട വീഡിയോ ആണ്. ഇനി നമ്മുടെ പ്രിയങ്കരിയായ ഷാജിയുടെ ഇതുപോലത്തെ ഉള്ള കുൽസിത വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അവർ അവിടുന്ന് ഇവിടുന്നില്ല മെഹർ മേടിച്ചിട്ട് അവനെ കെട്ടാ ഇവനെ കെട്ടാമെന്ന് പറഞ്ഞ് ഈ അവരുടെ നിന്നൊക്കെ പൈസ മേടിച്ച് മുങ്ങി. ഇത്തരം വിഷയങ്ങൾക്കെതിരെ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ മഹാദേവനും അങ്ങനത്തെ ഉള്ള ഈ സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യുന്ന ആളുകൾ ഇതുപോലത്തെ ഒരു കുൽസിത വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നിലധികം സ്ത്രീകളുമായിട്ടുള്ള ബന്ധം സൂപ്പറാണെന്ന് പറഞ്ഞിട്ടുള്ളത്, അതിനെതിരെ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നിങ്ങൾ ഈ പറയുന്ന പോലെ സബ്സ്ക്രിപ്ഷൻ വിഷയമായിട്ട് പറയുകയാണെങ്കിൽ മിസ്റ്റർ തുമ്പിയുടെ വിഷയം ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ തുമ്പിയുടെ വിഷയത്തിനകത്ത് പറയുന്നതും ഏതാണ്ട് രേണു ചേച്ചിയോട് സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാൻ അതിനകത്ത് സംസാരിച്ചിരിക്കുന്നത്. ഇനി കുറച്ചും കൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ താങ്കളുടെ പ്രിയ മിത്രമായിരുന്ന നിമിഷ ബിജുവിനെ കുറിച്ചിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നിഷാന ബ്ലോഗ്സിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇത്തരം കുൽസിതങ്ങളെക്കുറിച്ച് ഞാൻ എല്ലാവരെ കുറിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ട്. നിങ്ങളത് കാണാത്തതിനിപ്പോൾ ഞാൻ എന്തിന് ചെയ്യാൻ പറ്റുമേ? അതിനിപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ രേണു ചേച്ചി പറഞ്ഞത് നട്ടലില്ലാത്ത നാറി എന്നാണ് എന്നെ വിളിച്ചത്. ശരി, ഈ നട്ടലുള്ള നാറി രേണു എന്താ ചെയ്തതെന്ന് അറിയാമോ? രേണു ഈ സബ്സ്ക്രിപ്ഷനകത്ത് വന്നിട്ട് രേണുവിനോട് ചില ആൾക്കാർ ചോദിച്ചു. എന്താ ചോദ്യം കേൾക്കാം. എനിക്ക് ചേച്ചീനെ ആണ് ഇഷ്ടം, ബ്രാ കാട്ടുമോ? ചേച്ചിയോടൊരുത്തൻ ചോദിച്ച ചോദ്യമാ, നട്ടലുള്ളവൻ ചോദിച്ച ചോദ്യമാ. നട്ടലുള്ള രേണു സുധി അത് കണ്ടു. ശരി, അടുത്ത ചോദ്യം. ഹിപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്തിനല്ലേ ഹിപ്പെന്ന് പറയുന്നത്. ഓക്കെ, ചേച്ചിയുടെ ഹിപ്പ് കാണീര്. ചേച്ചി എനിക്ക് മൂഡായി. നട്ടലുള്ള രേണുവിനോട് നട്ടലുള്ളൊരുത്തൻ ചോദിച്ചതാ, ബ്രാ കാട്ടുമോ? ഈ സമയത്ത് ഇത്തരം ചോദ്യങ്ങൾ വന്ന സമയത്ത് രേണുവിന് എന്തുകൊണ്ട് അവനോട് തിരിച്ച് ചോദിക്കാൻ പറ്റിയില്ല? എടാ നട്ടലുള്ളവനെ മര്യാദയ്ക്കുള്ള ചോദ്യം ചോദിക്കണമെന്ന്. അപ്പോൾ രേണു അത് എക്സ്പെക്റ്റ് ചെയ്യുന്നു. ഇനി രേണുവിൻ്റെ കമൻറ്റ് ബോക്സിൽ രേണു തന്നെ നോക്കിയാൽ രേണുവിന് മനസ്സിലാകും. ആ കമൻറ്റ് ബോക്സിൽ വരുന്നവന്മാർ മൊത്തം രേണുവിൻ്റെ കാണാനായിട്ട് വന്നിരിക്കുന്നവർ തന്നെയാണ്. അവർ ബ്രാ കാണിക്കുമോ, ഹിപ്പ് കാണിക്കുമോ, ഇപ്പിള് കാണിക്കുമോ എന്നൊക്കെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനൊന്നും നട്ടലുള്ള ആളുടെ പ്രതികരണം കണ്ടില്ലല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചേച്ചി ആസ്വദിക്കുന്നുണ്ട്. ഇത് ഒരു ട്രെയിലർ മാത്രമായിട്ട് ചേച്ചി എടുത്താൽ മതി. ചേച്ചിയുടെ ഫുൾ ലൈവ് ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അടിച്ച് ഞാൻ തരാം. ഇതിലല്ല, അടുത്തതിൽ. ഈ വീഡിയോയ്ക്ക് സമയബന്ധിതമായ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഇതിനകത്തല്ല, അടുത്ത വീഡിയോയിൽ ചേച്ചിക്ക് ഞാൻ മാസമായിട്ട് ക്ലാസ്സായിട്ട് ചേച്ചി ആഗ്രഹിച്ചതുപോലെ ഒരു സാധനം ഞാൻ ആ ലൈവ് ലീക്കാക്കി തരാം. അതിനകത്ത് പൊക്കുന്നുണ്ടല്ലോ ഒക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ചേച്ചി ഒരു കാര്യം ചെയ്യും, സബ്സ്ക്രിപ്ഷനുള്ള കുട്ടന്മാർക്ക് കാട്ടിക്കൊട്ട് അവരുടെ ആഗ്രഹമല്ലേ. നട്ടലുള്ളവന്മാരും നട്ടല് ചേച്ചി ഉദ്ദേശിക്കുന്ന നട്ടൽ ഏതാ?
എന്തായാലും ആട്ടെ, നമുക്ക് ബാക്കി കേൾക്കാം. വിവരം അറിയും, നടക്കത്തില്ല. രേണുസുതിക്കിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നടക്കാം. രേണുസുതിക്കിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പാടുന്നു. ഞാൻ അത്രക്കാരനൊന്നുമല്ല. താങ്ക് യു സോ മച്ച് ഡിയർ. ചേച്ചിയുടെ ഒരു മ്യാസ്മരിക പോസൊക്കെ ഉണ്ട്. ഓക്കെ, ഞാൻ വീണ്ടും പറയുന്നു, രേണു ചേച്ചി ഇതൊരു ട്രെയിലർ മാത്രമായിട്ട് കണ്ടാൽ മതി. ചേച്ചിക്കുള്ള പരിപ്പുടയും ചെയ്തിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. ചേച്ചി എന്തായാലും മനു ഇതെടുത്ത് മനു എന്ന് പറയുന്ന നട്ടലില്ലാത്ത നാറ് ലീക്കി ഒന്ന് ചിന്തിച്ചതല്ലേ, എന്നാൽ പിന്നെ നമുക്ക് അങ്ങനെ തന്നെ പോയേക്കാം. അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് കാത്തിരിക്കുക. ഈ വീഡിയോയ്ക്കകത്ത് കണ്ടവർ നിങ്ങളുടെ കമൻറ്റുകൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറ്റുമായിട്ടാണ്.